9 വർഷം മുമ്പ് പിണറായി വിജയൻ അധികാരത്തിലേറുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ ഭരിക്കുമ്പോൾ വരാനിടയുള്ള അവതാരങ്ങളെക്കുറിച്ച്. അവതാരങ്ങളുടെ ഇടയിൽ പെടരുത് എന്ന മന്ത്രിമാർക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ വാഴ്ത്തുന്ന ഒരുപാട് പേർ ചുറ്റിലുമുണ്ടായി. അവരുടെ പ്രതികരണങ്ങൾ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സഖാവ് മാറി ക്യാപ്റ്റനായി. ഒരു ഘട്ടത്തിൽ ഇരട്ടച്ചങ്കൻ എന്ന പ്രയോഗം വന്നു. പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന് പോലും പിണറായി വിജയൻ ഐശ്വര്യമാണ് എന്നൊരു വാക്ക് വന്നു. ഐശ്വര്യം എന്ന വാക്കൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നുണ്ടാകുമെന്നറിയില്ല. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വന്നു. ഒരു അസാമാന്യ മനുഷ്യനാക്കി പിണറായി വിജയനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം അതിജീവിക്കുന്നതിൻ്റെ ഏക കാരണക്കാരനായ കാരണഭൂതൻ എന്ന പാട്ട് ആ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണെന്നത് തിരുവാതിരയായിരുന്നു. നാളെയും ഒരു തിരുവാതിര പാട്ടായിട്ടാണെന്ന് തോന്നുന്നു. 100 വനിതകളാണ് പാടാൻ പോകുന്നത്. ആ പാട്ടിലെ വരികളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഫീനിക്സ് പക്ഷിയെപ്പോലെ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ എവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നൊരു പ്രശ്നം നിൽക്കുന്നു. അദ്ദേഹമാണ് ഭരിക്കുന്നത്, തുടർ ഭരണമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യമെന്ത് എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. നല്ല ഭരണമാണ് എങ്കിൽ ഈ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്ന അധിക്ഷേപം എന്ന വാക്ക് ഇന്ന് വാർത്താ സമ്മേളനത്തിലാണല്ലോ പറഞ്ഞത്. അധിക്ഷേപം എന്ന വാക്കും വിമർശനം എന്ന വാക്കും രണ്ടാണ്. വിമർശനങ്ങൾ പിണറായി വിജയന് നേരെ നന്നായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അധിക്ഷേപ പരാമർശങ്ങൾ ഒരുപക്ഷേ കെ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ചില വാചകങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ട്.